രാഗിന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിന് ഗുഡ് മോർണിംഗ്. ദൗത്യം ഇന്ന് എപ്പോൾ ആരംഭിക്കും? സ്ഥലത്ത് ആരൊക്കെയാണ് ഉള്ളത്? സംഘാംഗങ്ങൾ എത്ര പേരുണ്ട്? വിശദാംശങ്ങൾ എന്താണ് രാഗിൻ? മോത്തി മിഷൻ ഓൺ ആണ്. ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആനയുണ്ടായിരുന്നത് നമ്മൾ ഈ കാണുന്ന റോഡ്, ആ റോഡിനപ്പുറത്തെ വശത്താണ് ആനയുണ്ടായിരുന്നത്. ഈ അപ്പുറത്തെ വശത്ത് പുഴയുണ്ട്, ചാലക്കുടി പുഴയ്ക്ക് അപ്പുറത്തായിരുന്നു ആനയുണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ വെച്ച് ഡാർട്ടിങ് ബുദ്ധിമുട്ടായിരുന്നു, മയക്കുവെടി വയ്ക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. തുടർന്ന് ആനയെ ഈ ഭാഗത്തേക്ക് എത്തിച്ചു, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിച്ചു. ഇതിന് ഈ ഇടതുവശത്ത് കാണുന്ന ഭാഗം അത് കാലടി പ്ലാന്റേഷൻ മേഖലയാണ്. അവിടെ വെച്ച് കൃത്യമായിട്ട് ഡാർട്ട് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയായിരുന്നു വനം വകുപ്പിന് ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് എത്തിച്ചത്. പക്ഷേ ഇവിടെ നിന്ന് ആന വലിയ പ്രകോപനത്തോടു കൂടി അകത്തേക്ക്, അതായത് ഉൾവനത്തിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി തീർക്കുന്നത്. ഉൾവനത്തിനകത്ത് വെച്ച് ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം ചില പ്രതിസന്ധികൾ, കാരണം ഇത് കൂട്ടിലടയ്ക്കാനോ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടൊന്നുമല്ല, ഇത് ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് വനത്തിനകത്താണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാകും. നേരെ മറിച്ച് ഈ പ്ലാന്റേഷൻ മേഖലയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ കാണുന്ന ഭാഗത്ത് വെച്ചായിരുന്നെങ്കിൽ കുറെ കൂടി ഗുണകരമാകുകയായിരുന്നു. ആദ്യം ആനയുണ്ടായിരുന്നത് ഈ മേഖലയിലായിരുന്നു, പക്ഷേ ഉൾവനത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയൊക്കെ തന്നെ പെട്രോളിംഗ് ഉണ്ടായിരുന്നു, പക്ഷേ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നാട്ടുകാരൊക്കെ തന്നെ നമ്മളോട് പറയുകയായിരുന്നു, 31-നാണ് ഈ ആനയെ ആദ്യമായി ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് ആനക്കൂട്ടങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ നിന്നപ്പോൾ തന്നെ ഇവിടെ ഏകദേശം ഒരു 10ഓളം ആനകളെ ഈ റോഡിന് ഇരുവശങ്ങളിലുമായി കണ്ടിരുന്നു. ആ ആനക്കൂട്ടങ്ങളിലല്ലാതെ കഴിഞ്ഞ 31-നാണ് ഈ പരിക്കേറ്റ ആനയെ ആദ്യമായി കാണുന്നത്. ഏകദേശം ഒരു 3 ആഴ്ച മാത്രമേ ആകുന്നുള്ളൂ ഇവിടെ. അതുകൊണ്ട് ഇത് എവിടെ നിന്ന് വന്നു, എങ്ങോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്, ഉൾവനത്തിൽ നിന്ന് പോയി തിരിച്ച് ആന പുറത്തേക്ക് ഇറങ്ങുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ കൂട്ടങ്ങളായി കാണുന്ന ആനകളല്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരുന്നു. എന്തായാലും മിഷൻ ഓൺ ആയിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് ഡാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം നമ്മൾ ഈ കാണുന്ന പ്ലാന്റേഷൻ മേഖലയിൽ ആ കാണുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടേക്ക് ആന എത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. പക്ഷേ ഉൾവനത്തിൽ ആനയുണ്ട് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. പക്ഷേ അവിടെ വെച്ച് ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. എന്തായാലും മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ച് ചികിത്സ ഉറപ്പാക്കുക എന്ന ദൗത്യം മാത്രമാണ് ഈ വാഴച്ചാൽ ദൗത്യത്തിന്റെ ഭാഗമായി മിഷനുള്ളത്. ഏതായാലും അക്കാര്യങ്ങളാണ് ഇപ്പോഴും 2ാം ദിവസം ഇപ്പോൾ വാഴച്ചാൽ DFOയുടെയും അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഗിൻ, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുമോ? കാരണം ഒന്ന് നിബിഡ വനത്തിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബുദ്ധിമുട്ടാവും. പിന്നെ രാവിലെയുള്ള മഞ്ഞും ഒരു തടസ്സമാകുമെന്ന് നേരത്തെ DFO പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ആ തരത്തിലൊരു അന്വേഷണം ഡ്രോൺ ഉപയോഗിച്ച് നടത്തുമോ? ഇന്നലെ ഡ്രോൺ ഉപയോഗിച്ച് വിശദമായിട്ടുള്ള നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ 3 ആനകളെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിൽ ഈ പരിക്കേറ്റ ആന ഉണ്ടായിരുന്നില്ല. ഇന്നും അത്തരം നിരീക്ഷണങ്ങളൊക്കെ തന്നെ നടത്തും. സൂചിപ്പിച്ചതുപോലെ ഈ മഞ്ഞിൻ്റെയും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ ആയിട്ടുള്ള അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഉൾവനത്തിലൊക്കെ ഈ ഡ്രോണിൻ്റെ പ്രവർത്തനം അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രശ്നമാകുന്നുണ്ട്. എന്തായാലും ഈ ഫിസിക്കലായിട്ടുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെയാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടക്കുന്നത്. ആനയെ കണ്ടെത്തുക എന്നതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. കഴിഞ്ഞ ദിവസം ആന കണ്ടിരുന്നതാണ്. സാധാരണഗതിയിൽ ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ മേഖലയിലൊക്കെ തന്നെ ആന എത്തിയിരുന്നതാണെന്നാണ്. അങ്ങനെ ആ വെള്ളമുള്ള പ്രദേശത്തും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വെച്ച് ഡാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആന ഒരു അല്പം ഡാർട്ടിങ് കൊണ്ടു കഴിഞ്ഞാൽ അല്പം പരിഭ്രാന്തനായി, നമ്മൾ ഈ അരിക്കൊമ്പൻ മിഷനിലൊക്കെ തന്നെ കണ്ടതാണ്, അല്പം പരിഭ്രാന്തനായി തന്നെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമുള്ള ഇടത്ത് ആ ഒരു കാര്യം നടക്കില്ല. മാത്രമല്ല ഇത് ചികിത്സ നൽകേണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നടക്കില്ല. എന്തായാലും ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും ഇന്നും ഉണ്ടാകും. പക്ഷേ അതിൽ ആനയെ കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആനയെ കണ്ടെത്തി കഴിഞ്ഞാലും ഈ മേഖലയിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഏറ്റവും അനുയോജ്യമായി ഐഡിയലായി ചെയ്യാൻ കഴിയൂ. അതോടൊപ്പം തന്നെ 2 തരത്തിലുള്ള ഡാർട്ടിംഗ് ഉണ്ട്. ഒന്ന് ചേസ് ചെയ്ത് ഡാർട്ട് ചെയ്യുക, ഒരു സർപ്രൈസ് ഡാർട്ടിംഗ്. അതാണ് സർപ്രൈസ് ഡാർട്ടിംഗ് ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ളത് എന്നാണ് അരുൺ സക്രയെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത്തരം കാര്യങ്ങളായിരിക്കും പ്രധാനമായും വനം വകുപ്പ് പരിഗണിക്കുക.